ഒന്ന്, ഇതിനൊരു മതത്തിന്റെ നിറം കൊടുക്കാനുള്ള വലിയ പരിശ്രമമുണ്ട്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെയൊക്കെ വെടിവെച്ചു കൊന്നു എന്ന മറ്റുള്ള പ്രചാരവേല നടക്കണം. പ്രചാരവേലകളല്ലടാ, അതവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. അത് രാജ്യത്തെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് വിവേചന ബുദ്ധിയും വിവരവുമുള്ള ആളുകൾക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത നിന്നെപ്പോലെ കുറെ എണ്ണം ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാവണം ആ തീവ്രവാദികൾ അങ്ങനെ ചെയ്തത്. അതോടൊപ്പം തന്നെ രാജ്യം ഭരിക്കുന്ന RSSന്റെ നിയന്ത്രണത്തിലുള്ള മോഡി ഗവൺമെന്റ് അവരുത്തരവാദിത്വം നിർവഹിക്കുന്നതിനും രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിനും പകരം ഇതൊരു രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. എടാ ചെറ്റെ, ഇന്നലെ നീ കണ്ടല്ലോ മോദി ഗവൺമെന്റ് എന്താണ് ചെയ്തതെന്ന്. രാജ്യത്തെ ജനങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ഭിന്നിപ്പിക്കാതെ, പരിഭ്രാന്തിയിലാക്കാതെ, വ്യക്തമായ പ്ലാനോടുകൂടി തീവ്രവാദികളെ ഉച്ചി നോക്കിയടിച്ച ആ മനുഷ്യനാണോ അത് രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് നീ പറയുന്നത്? ആ ചെറ്റത്തരം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ്. നിന്റെ പുറകിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ആ കൊടിയുണ്ടല്ലോ, അതിനു താഴെ അണിനിരക്കുന്നവന്മാരിൽ നിന്നൊന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മതത്തിന്റെ പേരിൽ കലിമ ചൊല്ലാൻ അറിയാത്തോണ്ട് വെടിവെച്ചു കൊന്നു എന്നുള്ള മട്ടിലുള്ളതല്ല. പക്ഷെ ആരാണ് അവിടെ രക്ഷിച്ചത് നമുക്കറിയാം. പട്ടാളക്കാരില്ല, പോലീസില്ല, CRPF ഇല്ല. തീവ്രവാദികളുടെ കയ്യിലുള്ള ആയുധം പിടിച്ചു വാങ്ങി തന്റെ കൂടെയുള്ള ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ പരിശ്രമിച്ചതിന്റെ പേരിലാണ് അവിടെ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പോണിവാല കൊല്ലപ്പെട്ടത്. വീണ്ടും മതം എന്നും പറഞ്ഞ് ഈ അവസരത്തെ മുതലെടുക്കാൻ നോക്കല്ലടാ. പട്ടാളവും പോലീസൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ തകർത്തത് DYFIക്കാരാണ് കേട്ടോ. പാകിസ്ഥാന് ജയ് വിളിച്ചുകൊണ്ടിരുന്ന കാശ്മീരിലെ സഹോദരങ്ങളെ കൊണ്ട് തീവ്രവാദികളെ നേരിടാൻ വരെ സജ്ജമാക്കിയത് നീ നേരത്തെ പറഞ്ഞ ആ മോദി ഗവൺമെന്റ് തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന സഹോദരന്റെ പേര് നീ പറഞ്ഞല്ലോ, സന്തോഷം. ഇതുപോലെ നമ്മളെ ആക്രമിച്ച ആ തീവ്രവാദികളുടെ പേരെന്താ നീ ഉറക്കെ വിളിച്ചു പറയാത്തത്? അത് നിന്റെ ഒന്നും വായിൽ നിന്ന് വരില്ല. വന്നാൽ അവിടെ തീരും നിന്റെയൊക്കെ ഈ കപട പ്രഹസനത്തിന്റെ കഥ. നമ്മുടെ നാടിനെ പ്രതിരോധിച്ചത് പട്ടാളക്കാരല്ല, സംഘികളല്ല, കാശ്മീരിലെ സാധാരണ മനുഷ്യരാണ് ആയുധമെടുത്ത് പ്രതിരോധിച്ചത്. കാശ്മീരിലെ സാധാരണ മനുഷ്യരെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിച്ച് ആ നാട്ടിന്റെ ഭൂപടം മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെ ഭരണം മനസ്സിലാക്കേണ്ടത് ഈ നാടിനു വേണ്ടി രക്തം ചിന്തിയത് അവരാണ്. പട്ടാളക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ തീവ്രവാദികളായി ആരാണ് മുദ്രകുത്തിയത്? എങ്കിൽ തീവ്രവാദികളെ തകർക്കാൻ ഇന്ത്യ പൊട്ടിച്ച മിസൈലുകൾ കാശ്മീരിൽ പൊട്ടിച്ചാൽ പോരായിരുന്നോ? കാശ്മീരിലെ 80% തീവ്രവാദത്തെയും തുടച്ചു നീക്കി അവരെ കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിക്കാൻ പ്രാപ്തരാക്കിയ ഒരു ഗവൺമെന്റാണ് നമുക്കുള്ളത്. പീറ രാഷ്ട്രീയം കളിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി രാജ്യത്തിന് ഒരു അപകടം വരുമ്പോൾ ഇങ്ങനെ കുത്തിത്തിരിപ്പും കൊണ്ട് ഇറങ്ങിക്കോളും കുറെ നാണം കെട്ടവന്മാർ. ജനങ്ങൾ തിരിച്ചറിയട്ടെ ഇവന്മാരെ.